ഓക്കെ ഡൺ ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നെന്റെ ജൂനിയേഴ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണേ. ഞാൻ അതിന് തന്നെ പറയാം, ഞാൻ ആക്ച്വലി +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഞാൻ എഴുതിയിട്ടില്ല. ബിക്കോസ് ഐ സ്കോർഡ് 1182 ഔട്ട് ഓഫ് 1200. 12 മാർക്സ് എനിക്ക് ലോസ് ആയുള്ളൂ. അതും ലാംഗ്വേജിൽ നിന്നാണ് ഒരു 7 മാർക്ക് പോയത് ഫസ്റ്റ് ഇയറിൽ. ആൻഡ് ബാക്കി എനിക്ക് ബയോളജി, ദെൻ സൈക്കോളജി ആണ് ഞാൻ മാത്സിന് പകരം ചൂസ് ചെയ്തത്. പിന്നെ മലയാളം, ഇതിന് 3 എനിക്ക് ഫുൾ മാർക്സ് ആയിരുന്നു. ദെൻ ഫിസിക്സിനും കെമിസ്ട്രിക്കും, ഫിസിക്സിന് എനിക്ക് +1 1 മാർക്കും സെക്കൻഡ് ഇയറിൽ 2 മാർക്കേ പോയിട്ടുള്ളൂ. ആൻഡ് കെമിസ്ട്രി +1 ഫുൾ മാർക്സും സെക്കൻഡ് ഇയറിൽ ദാറ്റ് ഇസ് +2 എനിക്ക് 1 മാർക്കും പോയി. അങ്ങനെയാണ് എൻ്റെ ഒരു ഓവറോൾ കണക്ക്. പക്ഷേ എന്നോട് ഒരു കുട്ടി ചോദിച്ചു +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ അതിനെ പറയാം. എന്റെ കാലത്തൊക്കെ അതായത് 2023 അതിനുശേഷം ഞാൻ കംപ്ലീറ്റ്ലി ടച്ച് ഒന്നും വിട്ടിട്ടില്ല. +2 പോർഷൻസ് ഒക്കെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കാര്യം നീറ്റ് തന്നെയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇപ്പോ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാനാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, എന്റെ കാലത്തെ +1 ഇംപ്രൂവ്മെന്റ് എക്സാംസ് ഇതേപോലെ ഫൈനലിലായിരുന്നില്ല. അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അതായത് ഈയിടയ്ക്ക് എൻ്റെ ഒരു ടീച്ചറിനെ വിളിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അതായത് ലാസ്റ്റത്തെ നിങ്ങളുടെ ആനുവൽ എക്സാം ഇല്ലേ, ആ ടൈമിലാണ് നോർമലി നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നെന്നുള്ളത്. ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡൊക്കെ ആവാൻ നേരത്തായിരിക്കും, മേ ബി ഓണം എക്സാമിന്റെ ഇടയിലോ ഓർ ക്രിസ്മസ് വരെ പോകുമെന്ന് എനിക്കറിയില്ല. അതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിരുന്നു ഞങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടില്ല. ബട്ട് ഐ ക്യാൻ ഷെയർ യു സം ടിപ്സ് ഫോർ ദാറ്റ്. നമുക്കറിയാലോ +1 എന്തുകൊണ്ടും പഠിക്കാൻ കുറെ കൂടെ ടോപ്പിക്സ് ഉള്ളതും അല്ലെങ്കിൽ കുറെ കൂടെ ടഫ്നെസ് ഉള്ളത്, എസ്പെഷ്യലി കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ കുറെ കൂടെ വാസ്റ്റ് ആണ് +2 ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഇടയിൽ +1 ഇംപ്രൂവ്മെന്റ് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതിനുവേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സ്ട്രെസ് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കിപ്പോ അറ്റ് ദി എൻഡ് ആണല്ലോ എക്സാം നടക്കുന്നത്, ലൈക്ക് പബ്ലിക് എക്സാമിന്റെ കൂട്ടത്തില്. സോ ആ ടൈമില് യു ക്യാൻ ആക്ച്വലി കുറെ ടോപ്പിക്സ് ബഞ്ചായിട്ട് കൂട്ടി വെച്ച് ആ സമയത്ത് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ലൈക്ക് ഐ ക്യാൻ ക്ലിയർ യു ദാറ്റ്. ലൈക്ക് ഇപ്പോഴെന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെയിലി പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഡെയിലി നിങ്ങൾ +2 പഠിക്കണം. അത് നിങ്ങൾ ഒരിക്കലും ഉഴപ്പരുത്. ബിക്കോസ് അതിന് നമുക്ക് ഇനി വേറെ ചാൻസ് ഇല്ല. അപ്പൊ +2 നിങ്ങൾ അന്നന്ന് പഠിക്കുന്ന പോർഷൻസ് കഴിവതും അന്നന്ന് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ പീരീഡ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, വെറുതെ PTക്ക് ഇത് ഇംപ്രൂവ്മെന്റ് എഴുതുന്നവരാണ്, PTക്ക് വെറുതെ പോണ്ട, നിങ്ങൾക്ക് ആ പീരീഡ് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഡു യുവർ റെക്കോർഡ് വർക്ക്സ്, റഫ് റെക്കോർഡ്, ലാബ് മാനുവൽ എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാനൊക്കെ ഇല്ലടാ, അതൊക്കെ നിങ്ങൾക്ക് ആ ഫ്രീ പീരീഡിൽ ഇരുന്ന് എഴുതാം. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് +1 മര്യാദയ്ക്ക് എഴുതിയെടുക്കാൻ പറ്റാത്തത്? ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ് ആൻഡ് ലേൺ ഫ്രം ദാറ്റ് മിസ്റ്റേക്ക്. മേ ബി കുറെ ടോപ്പിക്സ് നിങ്ങൾ അപ്പോഴായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി എടുത്തത്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തത്. ഓർ മര്യാദയ്ക്കൊന്നും പഠിച്ചു കാണില്ല. അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവുമല്ലോ അവിടെ നിങ്ങൾക്ക്. അപ്പൊ അതിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്ത് ഇപ്രാവശ്യം നിങ്ങൾ പഠിക്കാനിരിക്കുക. മേ ബി ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ചിലപ്പോൾ ടഫ് ആയിരിക്കും, അപ്പൊ അത് നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു വെക്കാം. സോ മൈ ഒപ്പീനിയൻ ഈസ്, നിങ്ങൾ ഡെയിലി +1 നിങ്ങൾ +2 മിക്സ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് യു ക്യാൻ ആക്ച്വലി ഗിവ് എ സോളിഡ് ഒരു 2 or 3 hours അറ്റ് വീക്കെൻഡ് +1 നിങ്ങൾക്ക് കോർപ്പറേറ്റ് ചെയ്യാം. ലൈക്ക് ഒരു സാറ്റർഡേ ഓർ സൺഡേ ഓർ ഫ്രൈഡേ ഈവനിങ് അടുത്ത് നിങ്ങൾ സോളിഡ് ആയിട്ട് നിങ്ങൾ വീക്കെൻഡ്സ് ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കുക, +1 പഠിക്കാൻ വേണ്ടി തന്നെ. ഐ ഡോണ്ട് നോ നിങ്ങൾ എത്ര സബ്ജക്ട്സ് ആയിരിക്കും ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോ മാത്സ്, കെമിസ്ട്രി ഓർ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ഏറ്റവും കുറച്ച് ടോപ്പിക്സ്, ഇപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അതിന് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. റൈറ്റ് നൗ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് ടൈം ടേബിൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രൈഡേ, സാറ്റർഡേ ഓർ സൺഡേ ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേറെ ട്യൂഷൻസോ വേറെ പരിപാടികളോ ഒന്നും ഇല്ലാത്ത ടൈമിങ്ങിൽ ഒരു ചാപ്റ്ററിന്റെ ഒരു പോർഷൻ ഇപ്പൊ പഠിക്കുക എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ, റഫായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതും ടൈം ടേബിൾ നിങ്ങൾക്ക് ഒരു ലോങ് ടേമില് ടൈം ടേബിൾ ഒരിക്കലും യൂസ് ആവില്ല. ടൈം ടേബിൾ എപ്പോഴും നിങ്ങൾ ഒരു ഷോർട്ട് സ്പാനിലേക്ക് വേണം ചൂസ് ചെയ്യാനായിട്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്.
ലൈക്ക് ഫോർ 2 weeks ഓർ 3 weeks ഒക്കെ ആയിരിക്കണം. 1 week ആയാലും കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ ആദ്യമേ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ആൻഡ് യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് സ്റ്റഡിങ്. എപ്പോ വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. നിങ്ങൾ ഈ +1 എടുത്തതിന്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്യേണ്ടെന്ന് പറയുന്നത്, ചില ചാപ്റ്റേഴ്സ് കണ്ടിന്യൂഷൻ ആണ്, ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട്. ഐ ഡോണ്ട് നോ വാട്ട് അബൌട്ട് മാത്സ്, ബിക്കോസ് ഞാൻ മാത്സ് പഠിച്ചിട്ടില്ല. ബട്ട് കെമിസ്ട്രി ആൻഡ് ഓൾ, കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി എല്ലാം ഒന്നും കണ്ടിന്യൂഷൻ അല്ല, എല്ലാം പുതിയ ഒരു ചാപ്റ്റേഴ്സ് തുടങ്ങുന്ന പോലെ തന്നെയാണ് എനിക്ക് മോസ്റ്റ്ലി +1 +2 ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് +2 നിങ്ങൾക്ക് ഇപ്പോഴേ വൃത്തിക്ക് പഠിച്ചു പോവാം. അപ്പൊ അതിന് വേറൊരു സെപ്പറേറ്റ് ടൈമിങ്ങിന്റെ ആവശ്യമില്ല. ഡെയിലി എന്തായാലും പഠിക്കണം. അത് +2 ടോപ്പിക്സ് പഠിച്ചോ നിങ്ങൾ. ബട്ട് ഈ വീക്കെൻഡ്സ്, സാറ്റർഡേ, സൺഡേസ് ആ ടൈമിങ്ങില് നിങ്ങൾ കൂടുതലും ഈ പെൻഡിങ് പോർഷൻസിന്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പോർഷൻസ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് എപ്പോഴും റിവിഷൻ ചെയ്യുന്നതാണ് കീ. അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾ ഇതുവരെ തുറന്നിട്ടില്ല, എക്സാമിന്റെ തലേന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പഠിക്കാൻ. നോ മാറ്റർ നിങ്ങൾ എത്ര കുത്തിയിരുന്ന് പഠിച്ചാലും നമ്മുടെ മെമ്മറിയിൽ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ള ഒരു ഇത് നമുക്ക് അവിടെ പോസിബിൾ അല്ല. ബിക്കോസ് സോ ബെറ്റർ നിങ്ങൾ ഇപ്പോഴേ അതിനൊന്ന് ടച്ച് വിടാതെ ഒന്ന് പഠിച്ചു വെക്കുക. അത് നിങ്ങൾ മറന്നുപോകും, ദാറ്റ് ഈസ് നോർമൽ. നിങ്ങൾ ഇപ്പോഴേ എല്ലാം ഒരു ചാപ്റ്റർ ഇപ്പൊ ഫുൾ പഠിച്ചു വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ അന്ന് പഠിച്ചല്ലോ എന്ന രീതിക്കല്ല നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു, അന്ന് നിങ്ങൾ ഇന്ന് പഠിച്ചു, ചിലപ്പോൾ ഇന്ന് 2 മണിക്കൂർ എടുത്ത് പഠിച്ചാൽ അത് നിങ്ങൾക്ക് ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്ത് വിടാം. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ ഈ പോർഷൻസിന്, ഇപ്പൊ പഠിക്കുന്ന പോർഷൻസിന് നിങ്ങൾ അങ്ങനെ വേണം നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. ആൻഡ് മോർ നിങ്ങൾക്ക് +2 സ്റ്റഡി ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഓർ എനി അതർ ഗൈഡൻസ് ഓർ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി കമന്റ്. ആൻഡ് എന്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യു ക്യാൻ ആക്ച്വലി DM ഫോർ എനി ഗൈഡൻസ് ഓർ സപ്പോർട്ട്. ഐ എം എ സയൻസ് സ്റ്റുഡന്റ്, അതുകൊണ്ട് ഞാൻ മെൻഷൻ. ഒരു ടിപ്പ് പറഞ്ഞുതരാൻ എനിക്കുള്ളത്, കഴിഞ്ഞ വർഷത്തെ, അതായത് ഇപ്പൊ +2 പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലേ, +1ന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓർ ഒറിജിനൽ പബ്ലിക് എക്സാമിന്റെ പേപ്പറൊക്കെ സോൾവ് ചെയ്ത് തുടങ്ങുക. ആൻഡ് അതിൽ കൂടുതൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സേ ബോട്ടണി എന്നാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തണം ആ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് കമ്മിങ് ഇയറിലും. അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഉണ്ടടാ, ഈ ഹയർ സെക്കൻഡറി ബോർഡ്, സ്റ്റേറ്റ് ബോർഡിന് ഒരു ട്രെൻഡ് ഉണ്ട്. ഒരു ചാപ്റ്റർ ചിലപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കും, അവിടെ നിന്ന് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് കാണാം. ഇപ്പോ ബുള്ളിഫോം സെൽസ് എന്താണ്, അല്ലെങ്കിൽ ഫിലിഫോം അപ്പാരറ്റസ് എന്താണെന്നൊക്കെ നിരന്തരമായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ ആ ഏരിയാസ് ഒന്നും നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. അപ്പൊ അത് നിങ്ങൾ പഠിക്കണം. ബെറ്റർ യു ക്യാൻ ലേൺ ഫ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻ ബാങ്ക്സ്, ലേബർ ഇന്ത്യാസ് ഒക്കെ പ്രിഫർ ചെയ്ത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നുള്ള ഐഡിയ മനസ്സിലാക്കി അതിനെ ഫോക്കസ് ചെയ്ത് മോർ പഠിക്കാൻ നോക്കുക. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലാസ് ടൈമിലൊക്കെ വെറുതെ ഫ്രീ പീരീഡ് എടുത്ത് കളയാതെ ആ ടൈമിങ്ങില് നിങ്ങൾക്കിപ്പം ഒരു സൈലൻസിൽ അല്ലെങ്കിൽ പീസിലൊക്കെ ഇരുന്ന് പഠിക്കണം എന്നുള്ളവർക്ക് ഐ ക്യാൻ ആക്ച്വലി റിലേറ്റ്. ഞാനും ആ ഒരാളാണ്, വീട്ടിലൊക്കെ വന്നിട്ട് സമാധാനത്തോടെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ടൈമില് ലൈക്ക് ക്ലാസ്സസിലിരുന്ന് പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് +2ന്റെ കുറച്ച് അസൈൻമെന്റ്സ് കാണും. ഇനിയിപ്പോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കാണും, ഓർ എന്തെങ്കിലും പഠിക്കാനുണ്ടാവും +2ന്റെ ലൈക്ക് റെക്കോർഡായാലും ലാബിലെ കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ആ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ, അതൊക്കെയുള്ളത് കഴിവതും നിങ്ങളുടെ സ്കൂൾ അവേഴ്സിൽ തന്നെ ചെയ്തു തീർക്കുക. സോ ദാറ്റ് യു ക്യാൻ സോളിഡ് ആയിട്ട് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് ആഫ്റ്റർ സ്കൂൾ വന്നിരുന്നിട്ട് പഠിക്കാം. ആൻഡ് +1 ഇംപ്രൂവ്മെന്റിനുള്ളത് നിങ്ങൾക്ക് ടുവേർഡ്സ് വീക്കെൻഡിൽ പഠിക്കാം. ആൻഡ് എന്തായാലും നിങ്ങൾക്ക് ഒരു ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ വീണ്ടും ഇംപ്രൂവ്മെന്റ് എഴുതേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോ ഇനിയെങ്കിലും ആ മിസ്റ്റേക്ക് നിങ്ങൾ വീണ്ടും വരുത്താതെ എവിടെയാണ് നിങ്ങൾക്ക് പാളിപ്പോയത് എന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ഇനി ശ്രദ്ധിക്കുക. ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടോ ഈ ഹയർ സെക്കൻഡറിയുടെ സ്റ്റേറ്റ് സിലബസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. DM ചെയ്യാം.
ആൻഡ് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് കൂടുതൽ ടിപ്സ് ഓർ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യുക, ഞാനത് ചെയ്യാം. ഓക്കെ, ബൈ. സോ മറക്കണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോ. ബൈ.